ഹലോ ഗൈസ്, നമ്മളിന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 2ൻ്റെ സിലബസിലെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ refers to the process of planning, organizing, directing, coordinating, and controlling the effects of people to achieve specific organizational or governmental goals. It involves the policies of management. It involves the implementation of policies, the management of resources, and the supervision of activities to ensure efficiency and effectiveness. അതൊന്നുമല്ല, നമ്മളൊരു കാര്യങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളാണ്. അതെങ്ങനെ നമുക്കത് സക്സസ്സിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, പ്ലാനിങ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഇനി എന്താണ് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഇറ്റ്സ് ദ ആക്ട് ഓഫ് മാനേജിങ് ഡ്യൂട്ടീസ്. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ആദ്യം ക്ലിയർ ചെയ്യണം. ഒരു ചെറിയൊരു ഡ്യൂട്ടി ആണെങ്കിൽ കൂടി നമുക്ക് ആദ്യം പക്ക പ്ലാനിങ് വേണം. പിന്നെ അതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള നമുക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നല്ലപോലെ ഓർഗനൈസ് ചെയ്യണം. അതിനെയാണ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എങ്ങനെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. ഇനി അതിന് കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തേക്കുന്ന ആൾക്കാർ, കാരണം നമുക്ക് ഈ ഡെഫിനിഷൻസ് ഇതാരാ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് തന്നെ LD വൈറ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി ആസ് ഡിക്ലെയർഡ് ബൈ ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റീസ്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് ലോ. ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് ലോ. കാരണം എനിക്കൊരു കാര്യം, ഞാനൊരു ബിസിനസ് റൺ ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ അത് ഇഷ്ടം പോലെ എനിക്ക് ആ ബിസിനസ് ചെയ്യാം. പക്ഷേ അതിലെന്ത് ഉൾപ്പെട്ടിരിക്കണം, നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്ന കുറച്ച് ലോസ് ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റേതായിട്ട് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല, അതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല. അതാണ് പുള്ളിക്കാരൻ LD വൈറ്റ്, കളർഫുള്ളായിട്ടുള്ളൊരു വൈറ്റ് കളറിലുള്ളൊരു മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി ആസ് ഡിക്ലെയർഡ് ബൈ ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റീസ്. ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് ലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വൂഡ്രോ വിൽസൺ. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മോസ്റ്റ് ഒബ്വിയസ് പാർട്ട് ഓഫ് ഗവൺമെൻറ്. ഇറ്റ് ഈസ് ദ എക്സിക്യൂട്ടീവ്, ദ ഓപ്പറേറ്റീവ് ആൻഡ് ദ മോസ്റ്റ് വിസിബിൾ സൈഡ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു വിസിബിൾ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തെ പറ്റിയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, അതിൽ അഡ്മിനിസ്ട്രേഷനാണ് മോസ്റ്റ് ഒബ്വിയസ് പാർട്ട് എന്ന് പറയുന്നത്. ഈ വൂഡ്രോ വിൽസനെയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദറായിട്ടും പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല, മാക്സ് വെബറാന്ന് തോന്നുന്നു കേട്ടോ, സോറി. പുള്ളിക്കാരൻ്റെ ചോദ്യമൊക്കെ നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനാണ് ഇതിൻ്റെ മുഖ്യ പാർട്ട് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, വൂഡ്രോ വിൽസൺ പറഞ്ഞിരിക്കുന്നത്. ഇനി പീറ്റർ ഡ്രക്കർ, അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് എനിക്ക് നടത്തണം, പക്ഷേ എല്ലാ കാര്യങ്ങളും കൂടി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനത് എന്ത് ചെയ്യും, എംപ്ലോയീസിനെ വയ്ക്കും. പക്ഷേ ആ എംപ്ലോയീസിനെ കൊണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യിക്കണ്ടേ. ഞാനൊരു എംപ്ലോയിനെ വെച്ചിട്ട് അയാളെ കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം കൂടി ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പല എംപ്ലോയീസിനെ വയ്ക്കും, എന്നിട്ട് ആ എല്ലാ എംപ്ലോയീസും എല്ലാ പണിയും ചെയ്യുമോ? ഇല്ല. അതിലൊരു എംപ്ലോയിക്ക് ഇന്നൊരു പണിയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, വേറൊരു എംപ്ലോയിക്ക്. എന്നാലും നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുള്ളൂ. ഓരോ എംപ്ലോയിക്കും ഓരോരോ പണി കൊടുക്കും ഞാൻ, എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് അത് ചെയ്തോളാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് പീറ്റർ ഡ്രക്കർ പറഞ്ഞിരിക്കുന്നത്. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ്, നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. വളരെ കൺസൈസ് ആൻഡ് പ്രിസൈസ് ആയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാം ഇത് കഴിയുമ്പോൾ തന്നെ. ഇനി സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, ദ സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഹൗവർ ബോത്ത് ഷെയർ സം കോമൺ ഫങ്ഷൻസ് ആൻഡ് എലമെൻറ്റ്സ്.
പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ സെയിം ആയിട്ടുള്ളതും ഉണ്ട്. ഫസ്റ്റ് തന്നെ പ്ലാനിങ്. അതിപ്പോൾ ഏതാണ്, പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് എൻ്റർപ്രൈസ് ആണെങ്കിലും പ്ലാനിങ് മുഖ്യമാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ, വെൻ ആൻഡ് ബൈ ഹൂം. ഇറ്റ് സെറ്റ്സ് ദ ഗോൾ ആൻഡ് മെത്തേഡ്സ് ഫോർ അച്ചീവിങ് ദം. നമ്മളിത് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു നല്ല പക്ക പ്ലാനിങ് വേണം. ഇതാര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, പക്ക പ്ലാനിങ് എന്തായാലും മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഓർഗനൈസിങ്, creating a structures of roles, responsibilities and relations to enable the implementation of plans. കുറച്ച് നമുക്ക് എന്തായാലും സ്ട്രക്ചർ ഓഫ് റോൾസ് എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഓരോ എംപ്ലോയീസിനെ ഫിക്സ് ചെയ്താലും അവരുടെ റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള റിലേഷൻഷിപ്പ് ആരിലോട്ടാണ് അയാൾ കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസിങ്ങിലാണ് നോക്കുന്നത്. ഇനി ഡയറക്റ്റിംഗ്, providing leadership, issuing other instructions and motivating employees or subordinates to achieve organizational goals. എനിക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് അവരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എപ്പോഴും അവരെന്ത് ചെയ്യണം, ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവരത് പക്കയായിട്ട് ചെയ്യുന്നുണ്ടോ, അവരതിൻ്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് അവരുടെ തൊട്ട് മേലെയുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ചിലപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് അപ്പം വേണ്ടി വരില്ല. ഒരു പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ടാസ്ക് കൊടുക്കാനുള്ള കഴിവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഡയറക്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കോർഡിനേറ്റിംഗ്, എൻഷുറിങ് ഓൾ പാർട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ വർക്ക് ടുഗെദർ ഹാർമണിയസ്ലി ആൻഡ് എഫക്റ്റീവ്ലി ടു അച്ചീവ് കോമൺ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പല എംപ്ലോയീസും പല വർക്കായിരിക്കും ചെയ്യേണ്ടത്, പക്ഷേ ഇവരുടെ എല്ലാവരുടെയും കൂടി കമ്പൈൻഡ് ആയിട്ടൊരു ഗോൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പം എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരാൾക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരാളവിടെ ഐഡിയലായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മളതനുസരിച്ചിട്ട് പക്ക ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഞാനത് അടുത്ത ആൾക്ക് പാസ് ചെയ്താൽ മാത്രമേ അയാൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, നല്ലൊരു കോർഡിനേഷൻ വേണം. പിന്നെ കൺട്രോളിങ്, മോണിറ്ററിങ് ആക്ടിവിറ്റീസ്, measuring performance and making necessary adjustments to stay on track with goals. നമ്മളെപ്പോഴും നമ്മളുടേതായിട്ടുള്ളൊരു കൺട്രോൾ അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടാവണം. നമ്മളിപ്പോൾ നോക്കിയ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Who defined administration as the fulfillment of public policy as declared by the competent authorities? ആരാണ് ഒരു പബ്ലിക് പോളിസിയുടെ ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞതെന്ന് ആരാണെന്നാണ് ചോദിക്കുന്നത്. കോമ്പീറ്റൻ്റ് അതോറിറ്റീസിൻ്റെ പബ്ലിക് ലോയുടെ ഫുൾഫിൽമെൻ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ പഠിച്ച കാര്യമാണ്. LD വൈറ്റ് ആണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചായിരുന്നു. LD വൈറ്റ് എന്ത് പറഞ്ഞു? കോമ്പീറ്റൻ്റ് അതോറിറ്റീസിൻ്റെ പബ്ലിക് ലോസ് അല്ലെങ്കിൽ പോളിസിയുടെ ഫുൾഫിൽമെൻ്റ് ആണ് എന്ത്? അപ്പോൾ വെള്ളക്കാരൻ എന്ത് പറഞ്ഞു? ഗവൺമെൻറ്റിൻ്റെ. നമ്മൾ എന്താ പറഞ്ഞേക്കണേ, പണ്ട് വൈകുണ്ഠ സ്വാമികൾ എന്താ പറഞ്ഞല്ലോ, വെണ്ണീജ ഭരണം, ഗവൺമെൻറ്റിൻ്റെ ഭരണം വെണ്ണീജ ഭരണമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആരുടെ പോളിസി അനുസരിച്ചിട്ടാണ്? ഗവൺമെൻറ്റിൻ്റെ ലോസ് അനുസരിച്ചാണ്. അപ്പോൾ വെണ്ണീജ ഭരണം ഗവൺമെൻറ്റിൻ്റെ അല്ല, പുള്ളിക്കാരൻ നമ്മുടെ വെള്ളക്കാരുടെ ഭരണമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വെണ്ണീജ ഭരണം, ആ ഒരു ലോസ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? ഒരു വൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഇട്ട് ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ ഫങ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഫങ്ഷനായിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണ്? പ്ലാനിങ് വേണോ? ഓഫ് കോഴ്സ് വേണം, പ്ലാനിങ് വേണം. ഓർഗനൈസിങ് വേണം. അടുത്തത് ലെജിസ്ലേറ്റിംഗ് എന്നാണ് പറയണത്. കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് വേണം. ലെജിസ്ലേറ്റിംഗ് നമ്മൾ പഠിച്ചോ? ഇല്ല, നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ലെജിസ്ലേറ്റിംഗ് വേണ്ട. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് പ്രോഫിറ്റ് മേക്കിംഗ് ആണോ? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസീസ് ആണോ?
മാനുഫാക്ചറിങ് പ്രോഡക്റ്റ്സ് ആണോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസീസ് ആണോ? പ്രൈമറിലി എന്താണ് ഇത് കൺസേൺ ചെയ്യണതെന്നാണ് പറയണത്. നമ്മളിതിൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ആ പറഞ്ഞതിൽ നിന്ന്? നമ്മളിപ്പോൾ പറഞ്ഞ ഇത് എൽ ഡി വൈറ്റിൻ്റെ ഡയലോഗാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസീസ് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണതിനാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, നമ്മുടെ ഗോൾ സക്സസ് ചെയ്യാൻ. അതൊക്കെ ഉണ്ട്. മാനുഫാക്ചറിങ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ഒരു ബിസിനസ്സാണ് കാര്യങ്ങൾ. പക്ഷേ നമ്മളിപ്പോൾ പഠിച്ചതിൽ നിന്ന് വേണം നമ്മൾക്ക് ആൻസർ ചെയ്യാൻ, ഇല്ലേ? അപ്പം നമ്മളുടെ എൽ ഡി വൈറ്റ് പറഞ്ഞായിരുന്നു പബ്ലിക് പോളിസീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് എന്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് ആൾ പറഞ്ഞു. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രൈമറിലി കൺസേൺഡ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസീസ് ആണ്. ഹൂ സെയ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്? അങ്ങനെ പറഞ്ഞാലാണ് നമ്മൾ അതും പഠിച്ചായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിച്ചെടുക്കലാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞതാണ് ആര്? പീറ്റർ ഡ്രക്കറാണ്. പീറ്റർ ഡ്രക്കറാണ് എന്ത് പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ മെയിൻലി ഫോക്കസ് ഓൺ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ മെയിൻലി ഫോക്കസ് ഓൺ ടാക്സ് കളക്ഷൻ ആണോ, പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ആണോ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണോ, ലോ എൻഫോഴ്സ്മെൻ്റ് ആണോ? ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വളരെ ജനറസ് ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാൻ നിന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ എളുപ്പത്തിൽ കിട്ടും. മനസ്സിലായോ? നമ്മളിതിനെപ്പറ്റി ഭയങ്കര സിസ്റ്റമാറ്റിക് പഠിച്ച് തിയറി അങ്ങനെയല്ല. ഒന്ന് ഓർത്ത് നോക്കുക, ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഇതൊക്കെ ജസ്റ്റ് തിയറി പേപ്പേഴ്സാണ്. കുറേ കൺസെപ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്? സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും ഡെവലപ്മെൻറ്റ് എന്നാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ഇതിലേതാണ് ഒരു സ്കോപ്പായിട്ടുള്ളത്? അത് നമുക്ക് ആൻസേഴ്സ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ കിട്ടും. പ്ലാനിങ് ഉണ്ടോ, വോട്ടിംഗ് ഉണ്ടോ, ക്യാമ്പയിനിങ് ഉണ്ടോ, ലോബിംഗ് ഉണ്ടോ? ഇതിൽ ഏതാണ് സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ഓഫ് കോഴ്സ് നമുക്കറിയാം പ്ലാനിങ് ആണ്. പ്ലാനിങ് അതിലൊരു സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി 7th ക്വസ്റ്റ്യൻ, വിച്ച് ബ്രാഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് ബിസിനസ് മാനേജ്മെൻറ്റ്? ഇതിലേത് അഡ്മിനിസ്ട്രേഷനാണ് ബിസിനസ് മാനേജ്മെൻറ്റിനെ ലീഡ് ചെയ്യുന്നത്? പബ്ലിക്കാണോ, പ്രൈവറ്റാണോ, ലീഗലാണോ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനാണോ? ഓഫ് കോഴ്സ് ബിസിനസ് ചെയ്യുന്നത് ആരാണ്? പ്രൈവറ്റ് പേഴ്സൺസ് ആണ്, അല്ലേ? ഗവൺമെൻറ് ഒരിക്കലും ബിസിനസ്സായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല. അവിടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ആരാണ് ചെയ്യുന്നത്? ഏതിലാണ് വരുന്നത്? ഏത് അഡ്മിനിസ്ട്രേഷനാണ്? പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? അതെ, ഇതൊക്കെ നമുക്ക് ഇത് PYQ ആണ് കേട്ടോ. ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് നമ്മുടെ കേരള PCൻ്റെ PYQ ആണ്. ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദർ ആരാണെന്നാണ്. അത് മാക്സ് വെബറാണ്. അപ്പോൾ വൂഡ്രോ വിൽസൺ തന്നെയാണ് കേട്ടോ. നമ്മൾ വൂഡ്രോ വിൽസൻ്റെ എന്ത് പഠിച്ചാൽ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. അപ്പോൾ ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വൂഡ്രോ വിൽസൺ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദർ. 2 W ഉള്ള ആൾ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദർ എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരാണ് ഫാദർ? വൂഡ്രോ വിൽസൺ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫാദർ. ഇത്രയൊക്കെയാണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു.